വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്, രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഇന്നിപ്പോൾ 10 മണിക്ക് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക് എംപിമാരെല്ലാവരും കൂടി എത്തും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് പാർലമെന്റിൽ സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും പ്രതിഷേധിക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്രതീക്ഷിത സമരങ്ങളിൽ ആശങ്കയിലായ കേന്ദ്ര സർക്കാർ അനുനയ നീക്കം തുടങ്ങി. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആശുപത്രിയിൽ നിരാഹാര സമരം തുടരുന്ന സോനം വാങ്ചുക്കിനെ കേന്ദ്രമന്ത്രിമാർ സന്ദർശിച്ചു. ആദിൽ പാലോടും നോബൽ ബാരിക്കാരനും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം ആദിൽ പാലോടിലേക്ക്. ആദിൽ പാലോട്, ഇപ്പോൾ സഭയ്ക്ക് പുറത്തും സഭയ്ക്കുള്ളിലുമൊക്കെ വലിയ പ്രതിഷേധത്തിനുള്ള ദിവസമാണ്. ഇന്നിപ്പോൾ വരുന്ന വിവരമനുസരിച്ച് ഇന്നും ജന്തർ കൂടുതൽ ആളുകൾ, കൂടുതൽ വിദ്യാർത്ഥികളൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലത്തെ കോൺഗ്രസിന്റെ സമരം, മിന്നൽ സമരത്തിന് ഒരു വലിയ ഫലമുണ്ടായി എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയായി കോൺഗ്രസിന്റെയും CJPയുടെയും ഒക്കെ അനുയായികൾ എത്തിച്ചേരുന്നുണ്ടോ ജന്തർ? ഒഴുക്ക് തുടരുകയാണോ ഇപ്പോഴും? ജന്തർ മന്ദറിൽ നോബൽ ബാരിക്കാരനുള്ളത് അരുൺകുമാർ. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പാർലമെന്റുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യ സഖ്യം ഇന്ന് കരിദിനം ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യത്തിലെ എംപിമാരോട് കറുത്ത വസ്ത്രം ധരിച്ച് എത്താനാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന വാർത്ത ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ്. ഏതായാലും കൂടുതൽ എംപിമാർ ഇതിൽ പ്രതികരണവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. എംപിമാരൊക്കെയും ഈ വിഷയം ചർച്ച ചെയ്യണം, പോലീസ് അതിക്രമം ചർച്ച ചെയ്യണം, നീറ്റ് പരീക്ഷാ ക്രമക്കേട് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുന്ന സ്ഥിതി കൂടിയുണ്ട്. ഏതായാലും കരിദിനം എന്ന നിലയിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നു. റഹീം MP എനിക്കൊപ്പം ഇപ്പോഴുണ്ട്. ഈ സമരം ശക്തമായി മുന്നോട്ട് പോകുന്നു. യുവാക്കളെ തല്ലിച്ചതച്ചത് കാര്യമായി തന്നെ സഭയിൽ അറിയിക്കാനാണോ തീരുമാനം? തീർച്ചയായിട്ടും. ലോകം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ബ്രൂട്ടൽ ലാത്തിചാർജിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റ് അങ്ങനെ ചർച്ച ചെയ്യാതിരിക്കും? ലോകമാകെ വളരെ തലകുനിച്ചു എന്ന് കണ്ട കാഴ്ചയാണ്. ഇതുപോലെ ലോകത്തെ ഒരു ഭരണകൂടവും സ്വന്തം പ്രജകളെ അല്ലെങ്കിൽ സ്വന്തം സിറ്റിസൺസിനെ ഇതുപോലെ ആക്രമിക്കില്ല. എത്ര ക്രൂരമായാണ് ആക്രമിച്ചത് നിങ്ങളിതെല്ലാം കണ്ടു. ജന്തർ മന്ദർ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ കവർ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ ഇട്ടിരുന്ന വസ്ത്രം പോലീസ് വലിച്ചു കീറിയതാണ്. പുരുഷ പോലീസ് വലിച്ചു കീറിയ വസ്ത്രം എടുത്ത് കാണിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ? ഒരു നെയിം ബോർഡില്ലാതെ ഏതൊക്കെയോ ഈ സൈന്യത്തിനൊപ്പം അല്ലെങ്കിൽ അർദ്ധസൈനിക വ്യൂഹത്തിനൊപ്പം പോലീസിനൊപ്പം ചേർന്നുകൊണ്ട് ഏതൊക്കെയോ ആളുകൾ വിദ്യാർത്ഥികളെ തല്ലിച്ചതക്കുകയായിരുന്നു. എവിടെ എത്ര പേർ ഹോസ്പിറ്റലിലാണ്? ഒരു അക്കൗണ്ടബിലിറ്റി ഇപ്പോഴും വന്നിട്ടില്ല. ഇത് സഭയിൽ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇത് സഭയ്ക്കകത്ത് ചർച്ച ചെയ്യണം. ഇത്രയും വലിയ ബ്രൂട്ടൽ ലാത്തിചാർജ് പോലീസ് നടപടി ഉണ്ടായതിനു ശേഷം എന്തുകൊണ്ടാണ് സഭ ഇപ്പോഴും മൗനമായി പോകുന്നത്? ഞങ്ങൾ സഭയ്ക്കകത്ത് ആവശ്യപ്പെടുന്നത് ഞങ്ങളൊരു വളരെ അക്കൗണ്ടബിൾ ആയ ഒരു ഡിസ്കഷനാണ്, ഒരു ഓപ്പൺ ഡിസ്കഷനാണ്. പക്ഷേ രാജ്യസഭയിലും ലോക്സഭയിലും അതിനവർ സമ്മതിക്കുന്നില്ല. ഇന്നും ഞങ്ങൾ 267 നോട്ടീസ് രാജ്യസഭയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും സമ്മതിക്കാതിരുന്നാൽ അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് ഞങ്ങൾ പോകും. തെരുവിൽ തല്ലുകൊണ്ടിട്ടും പിരിഞ്ഞു പോകാതെ നിൽക്കുന്ന ചെറുപ്പത്തിന്റെ ശബ്ദമായി പാർലമെന്റിനുള്ളിൽ ഞങ്ങൾ മാറും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് റഹീം നൽകിയത്. വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോകുന്നതിന്റെ സൂചന തന്നെയാണ് അരുൺകുമാർ വരുന്നത്. ഇന്ന് കറുത്ത വസ്ത്രം ധരിച്ചാണ് പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ എത്തുക. ഓക്കെ.